ചപ്പാത്തി വെച്ചുള്ള പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യമായിട്ട് ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. വെള്ളം നന്നായി വെട്ടി തിളച്ചതിന് ശേഷം വേവിക്കാത്ത ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ചപ്പാത്തി ഇട്ടതിന് ശേഷം 3 മിനിറ്റ് കഴിയുമ്പോൾ അത് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി ഐസ് വാട്ടറിലേക്ക് ഇടുക. ചപ്പാത്തി പലകയിൽ അല്പം എണ്ണ തടവി നമ്മൾ ഐസ് വാട്ടറിൽ നിന്ന് കോരി മാറ്റിയ ചപ്പാത്തി വെച്ച് ഒരു കത്തിയെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. നീളത്തിൽ കട്ട് ചെയ്യുക. നീളത്തിൽ കട്ട് ചെയ്ത് ചപ്പാത്തി മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി വന്നതിന് ശേഷം സവോള അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. രണ്ട് മുട്ടയാണ് ഇവിടെ പൊട്ടിച്ചൊഴിക്കുന്നത്. പിന്നെ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മുട്ട ചിക്കിയെടുക്കുക. മുട്ട നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചപ്പാത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നീളത്തിൽ അരിഞ്ഞു വെച്ച ചപ്പാത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചപ്പാത്തി വേവിച്ചെടുക്കുക. ചപ്പാത്തി പാസ്ത റെഡിയായി.